നല്ലൊരു സ്കിറ്റായിരുന്നു, ഒരു ഉഷാർ കൈയടി. എന്റെ സൗണ്ടിനകത്തോട് നിങ്ങളുടെ കൈയടി കൂടണം. ഓക്കെ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഫോൺ നോക്കൊണ്ടിരിക്കുക, അതിനകത്തെ ചാർജ് കുറവാ. എനിക്ക് 1-2 കോൾസ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടാ. ഇത്തിരി നേരം കൂടെ കണ്ടോട്ടെ. എന്തോന്ന് കാണാൻ ഇത്ര? ഞാനേ പോരാ. കല്ലുണ്ട്, നീ കളിക്കായിരുന്നു. ഇതൊക്കെയാണ് ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ലിപ്സ്റ്റിക്ക് ചേച്ചെങ്ങാണ് പറഞ്ഞ കൊല്ലും. പാറക്കുട്ടി ഇപ്പൊ സുന്ദരിയായിട്ട്. അയ്യോ ചേച്ചി, മാഡം, എന്താ ചേച്ചി? ഞാൻ വിളിച്ചിട്ടെന്നാ വിളിയേക്കാഞ്ഞ്? ഞാൻ കേട്ടില്ല ചേച്ചി. എന്താ പരിപാടി? ഒരു പരിപാടി ഇല്ല, ഞാൻ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടന്നുപോയി. അയ്യടാ, എന്തോന്ന് ഇതിന് മാത്രം കിടന്ന് ആലോചിക്കാൻ? സ്കൂളിൽ ഓരോ കാര്യങ്ങളെ. സ്കൂളിൽ പോവാത്ത നീ സ്കൂളിലെ കാര്യങ്ങളോ? അതൊക്കെ തന്നെ ആലോചിച്ച് കിടന്നേ. കഴിച്ചാ നീ? ആ, എപ്പ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കഴിച്ചു ചേച്ചി. ആ, എന്നാ കിടന്നോ ചേച്ചി. പിന്നെ അളിയൻ വന്നായിരുന്നു കേട്ടാ. അവൻ എത്തിയാ? ആ, എപ്പോ വന്നേ? ഇപ്പൊ വന്നേ. എന്നിട്ട് അവിടെ അത്യാവശ്യമായിട്ട് കോൾ ചെയ്യാനെന്നും പറഞ്ഞു പോയി. സാധാരണ അവൻ വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ എന്നെ അന്വേഷിച്ച് വരണ്ടാണല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി നോക്കിട്ട് വരാം. പോയിട്ട് വാ. എന്ത് ചേച്ചി? സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? ഒരു പരിപാടി ഇല്ലായിരുന്നു. ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല? എന്നാ പോയി ആളെ നോക്കിട്ടോ. വഴി ഇല്ലെന്ന്
ഒരു കാര്യം. ഓ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ തുണി അവിടെ ഇവിടെ വലിച്ചിടോ, കഴുകാൻ ഞാൻ ഒരുത്തി ഉണ്ടല്ലോ. എന്നാ പിന്നെ ഒരു തവണയും കൂടി ഇട്ടൂലേ? അതുമില്ല. ലിപ്സ്റ്റിക്കാ? லெச்சோ லெச்சோ ടൈം എവള് വാച്ച് തെരീതാ? സമയത്തിനെ പറ്റിയൊക്കെ ഞാൻ എന്തിനാ ചിന്തിക്കണേ? സമയമാകുമ്പോ അതിന്റെ വഴിക്ക് അങ്ങ് പോവും. അതിനകത്ത് പിടിച്ചു വെക്കാനൊന്നും പറ്റൂല, മനസ്സിലായ? മനസ്സിലായി. அப்படின்னா நான் போட்டா? അതിന്റെ എഴുതുന്നേ നൈസായിട്ട് മനസ്സിലായെന്ന് പറയാൻ പോവാണല്ലേ? എന്നൊന്ന് പോയാ മതി. ശിവ ശിവ ചാലും വരൂല. ശിവ ഞാൻ വിളിച്ചോളൂ. നീ എന്തിനാ ഓടിച്ചാടിയൊക്കെ വരുന്നേ? ചേച്ചി വിളിച്ചോണ്ട്. ഞാൻ വിളിച്ചതും പറഞ്ഞ് പയ്യെ ആലോചിച്ച് ആടി ആടി വന്നാ പോരായിരുന്നോ? പോയിന്റ്. പക്ഷെ ചേച്ചിയുടെ വിളിയിലേ എന്തോ ഒരു കാര്യമുള്ള കാര്യം പോലെ എനിക്ക് തോന്നി. ഞാൻ പോയിട്ട് നടന്നു വരണോ? വേണ്ട. നിനക്കെന്നെ പേടിയുണ്ടോ? നിനക്കെന്നെ പേടിയുണ്ടോന്ന്? പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചാ അല്ല, പേടിയില്ല, പക്ഷെ ഉണ്ട്. ശരി, അതിനെന്നെ പേടിക്കണേ? ചേച്ചി സംഗതി ശരിയാണ്. നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, മച്ചാണ്. പക്ഷേ പറയുമ്പോ ചേച്ചിയുടെ ചേച്ചിയാണല്ലോ, അപ്പൊ ചേച്ചിയെ ഇച്ചിരി പേടി വേണമല്ലോ, അല്ലേ? എന്താ പറഞ്ഞല്ലേ? എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? സ്വഭാവത്തിന് മാറ്റം എന്നൊക്കെ പറയുമ്പോഴേ ഉണ്ട്, ഇഷ്ടംപോലെ മാറ്റം ഉണ്ടല്ലോ. എന്റെ പൊന്നി ചേച്ചി, സത്യം പറയല്ലോ, ഞാൻ എപ്പോഴും വിചാരിക്കും ചേച്ചിട്ട് പറയണമെന്ന്. പക്ഷെ പറയാൻ പറ്റൂല, കാരണം ചേച്ചിയുടെ സ്വഭാവം ഇതല്ലേ. ചിലപ്പോ ചാടി കളിച്ചോണ്ട് വന്നല്ല. ഇപ്പൊ ചേച്ചി ആരും നീ നിന്റെ സ്വഭാവം നേരാക്ക്, എന്നിട്ട് എന്റെ നേരാക്കാൻ വാ. അവൻ വലിയ സിദ്ധാന്തം പറയുന്നു. ലച്ചു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? നീ ഒന്നും കഴിക്കുന്നില്ലയോ? ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ ഇപ്പൊ കഴിച്ചാലേ? ഇപ്പൊ കഴിച്ചാൽ ദഹിക്കൂല, അത് തന്നെ. തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. അത് തന്നെ എപ്പം നോക്കിയാലും തർക്കുത്തരാണ് അമ്മ. കോടരണ്ടെണ്ണം എന്റെ അമ്മ ഒന്ന് ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോയെ. ഒന്നാമത് എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതിരിക്കുക. ചേച്ചിയുടെ സ്വഭാവം ആർക്കാണ് പിടിക്കണത്? ഞാൻ പോവില്ല. നീ പോവില്ലേ? ഞാൻ പോവില്ല. എന്നാ നീ അമ്മമ്മേനെ വിളിച്ചോണ്ട് പോ. ആ പാമ്പ പോടാ. ഞാൻ പോണു. പാമ്പ കഴിക്കാൻ പറ്റുണ്ടോ? കഴിക്കാൻ തരാം. എന്നാ ഇട്. നിന്റെ അഹങ്കാരം ആദ്യം നീ നിർത്ത്. അത് ലിപ്സ്റ്റിക് തന്നെയാ, എനിക്ക് 100% ഉറപ്പാണ്. ഇനി അത് ചോദിക്കാൻ പോകുമ്പോ നോക്കിക്കോ, ഒരു ലോഡ് കഥ അങ്ങ് പറയും. ലച്ചു, ഞാൻ അവിടെ ചാരി നിന്നപ്പോ പറ്റിയതാ, ഇവിടെ ചാരി നിന്നപ്പോ പറ്റിയതാ. അരിയും ഞാൻ ഇതുപോലെ വെട്ടി അരിയും ഞാൻ. നോക്കൂ, പുറമേന്ന് കാണുമ്പോ എന്തൊരു മാന്യൻ, പക്ഷെ മാന്യതൊക്കെ ഉണ്ടല്ലോ വെറും കളത്തരമാണ്. കള്ളൻ വരും, വരട്ടെ ഇങ്ങോട്ട്, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ലച്ചു, എന്താ ലച്ചുവിന്? എന്താ ചേച്ചി? അതെ, ലച്ചുവിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ലച്ചു മണ്ടിയാണെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? എടാ, നീ മണ്ടിയല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എനിക്ക്. ചേച്ചി എന്തെടുക്കുവാ? കണ്ടാ മനസ്സിലാവില്ല, സവാള അരിയുന്നു. ഇത് അരിയണല്ലോ ലച്ചു, വെട്ടി കണ്ടെന്നും നോക്കണല്ലേ. എന്തിനാ ചേച്ചി ഇങ്ങനെ അരിയുന്നേ? പുഴുങ്ങി തിന്നാൻ എന്തു വേണ്ട കുറച്ച്. എന്റെ ലച്ചു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കണേ? ലച്ചുവേ, നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടണുണ്ടോ? കാരണം ഞാൻ രാവിലത്തെ ശ്രദ്ധിക്കുവാണ്, എന്തോ ഒരു പന്തികേടുണ്ട്. ലച്ചു ചിന്തിച്ച് കൂട്ടുന്നുണ്ടെങ്കിലേ അതൊക്കെ അവസാനം ശരിയായി വന്നിട്ടേ ഉള്ളൂ.
ആർക്കും അങ്ങനെ വണ്ടിയാക്കാൻ പറ്റുന്നൊന്നും നോക്കൊന്നും വേണ്ട. എന്താണ് എല്ലാരും കൂടെ ഒരു സംസാരം? ലച്ചുത ഉള്ളി അരിയുന്നു. എന്താ ലച്ചുസി ഇങ്ങനെ അരിയുന്നേ? എന്തോ ഒരു വ്യക്തി വൈരാഗ്യം സവളോടുള്ള പോലെ. എനിക്ക് ഇടയ്ക്ക് ഇതേപോലെ അരിയുന്ന ഒരു ഹോബി ഉണ്ട്. എന്തേ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു ചേച്ചി, ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ട് ചിന്തിച്ചു കൂട്ടി ഓവർത്തിങ് ചെയ്ത് തലക്കകത്ത് വെച്ച് കൊളമാക്കല്ലേ കൊല്ലല്ലേ. പുറത്തെന്തെങ്കിലും കാര്യം ചെയ്യാണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി ചെയ്തു. എന്റെ വാലിരിക്കണ കേൾക്കരുത്. ലച്ചു ലച്ചു അമ്മ ഒന്ന് മിണ്ടാരി അമ്മായി. അമ്മായി അപ്പുറത്ത് എന്തോ ഒരു പണി ഉണ്ടായിരുന്നില്ലേ? ബാ ചെയ്യാം ബാ. ലച്ചു എന്താ പ്രശ്നം? രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഓക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നീ അമ്മായിനെ പറഞ്ഞിടാൻ വേണ്ടിട്ടേ കണ്ണടച്ച് കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. കൂടുതലും മനുഷ്യനങ്ങ് മണ്ടിയാക്കല്ലേ സിധു? എടാ എന്താ കാര്യം ഒന്ന് പറ. നീ വന്നിട്ട് എത്ര നേരായി? എന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നീ ഒന്നും ഇങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നീ ഫോൺ വിളിച്ചോണ്ട് പുറത്തേക്കല്ലേ പോയത്? ലച്ചു ഞാൻ വന്നപ്പോ ഓർത്തു നീ ഇവിടെ തിരക്കിലായിരിക്കുമെന്നും. മാത്രമല്ല എനിക്ക് 1-2 കോൾസ് വിളിക്കാനുണ്ടായിരുന്നു, അർജന്റ് ആയിരുന്നു, അതുകൊണ്ടാ. എന്നാ പിന്നെ പോയിക്കൂടെ കോൾസ് ചെയ്യാൻ? എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇപ്പോ? എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? തോളത്തുനിന്ന് മര്യാദയ്ക്ക് കൈയെടുത്തോ. എന്റെ കയ്യിലുണ്ടല്ലോ കത്തിയാണ് ഇരിക്കണത്, തരും ഞാൻ ഓർണം. ചക്കരെ എന്തിനാ കരയുന്നേ? സവോള അരിയുന്നുണ്ടല്ലേ? എനിക്ക് കോമഡി കളിക്കാൻ യാതൊരു മൂഡുമില്ല. ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇവിടെ രംഗം വഷളാവും. ലച്ചു നീ കുറെ ഓവർ ആവുന്നുണ്ട് കേട്ടോ, പറഞ്ഞില്ലാന്ന് വേണ്ട. അതെ ഞാൻ ഓവറാണ്. ഇനി എന്റെ ഓവർനെസ് കാണാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് മോനോടൊന്നും മര്യാദയ്ക്ക് സ്ഥലം വിടും. എന്റെ കയ്യിൽ പോയിരിക്കാൻ ഇത് പോയിറങ്ങി. ഓക്കെ നല്ല സമയം വന്നേക്കുന്നു, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ലച്ചുസേ എന്താ മോളെ പറ്റി? സിധു മര്യാദയ്ക്ക് പോ.